வசீகரா என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா உன் ஜென்மங்களின் ஏக்கங்கள் தீரும். வசீகரா என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா உன் ஜென்மங்களின் ஏக்கங்கள் தீரும். நான் நேசிப்பதும் சுவாசிப்பதும் உந்தையவானே. எங்குகிறேன் தேங்குகிறேன் உன் நினைவானே. அடைமழை வரும் அதில் நனைவோமே, குளிர் காய்ச்சலோடு சேரு ஒரு போர்வைக்குள் இரு தூக்கம். குழு குழு பொய்கள் சொல்லி என்னை வெல்வாய், அது தெரிந்தும் கூட அன்பே மனமதையே தான் எதிர்பார்க்கும். எங்கேயும் போகாமல் தினம் வீட்டிலே நீ வேண்டும். சில சமயம் விளையாட்டாய் உன் ஆடைக்குள்ளே நான் வேண்டும். வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா உன் ஜென்மங்களின் ஏக்கங்கள் தீரும். ஏதேதோ தேடல் தினமும் நீ குளித்ததும் என்னை தேடி என் சேலை நுனியால் உந்தன் தலை துடைப்பாயே அது கவிதை. திருடன் போல் பதுங்கியே திடீரென்று பின்னால் இருந்து என்னை நீ அணைப்பாயே அது கவிதை. யாரேனும் மணி கேட்டால் அதை சொல்ல கூட தெரியாதே. காதலினும் முடிவினில் கடிகார நேரம் கிடையாதே. வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா உன் ஜென்மங்களின் ஏக்கங்கள் தீரும். நான் நேசிப்பதும் சுவாசிப்பதும் உந்தையவானே. எங்குகிறேன் தேங்குகிறேன் உன் நினைவானே. Thank you. ബിലക്ഷ്മി പെർഫോമൻസ് വൈസ് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്രാവശ്യം ഡാൻസിൻ്റെ അകത്ത് പ്രസരമില്ലായിരുന്നു, പ്ലസ് പോയിൻറ്റ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഡാൻസിനിടയിൽ ഒരു പാട്ട് എന്നുള്ളതായിരുന്നല്ലോ. അപ്പം നമ്മൾ പാട്ടിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഡാൻസിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തു. കോംപ്രമൈസ് ചെയ്തെന്ന് പറഞ്ഞുകൂടാ, ആവശ്യത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നല്ലതായിരുന്നു. സ്റ്റേജ് പ്രസൻസ് ഉണ്ടായിരുന്നു, പ്ലസൻ്റ് ആയിരുന്നു ആൾ. ഫോൾട്ട് പറയാമല്ലോ അല്ലേ പാട്ടിൻ്റെ കാര്യത്തിൽ?
പിച്ചിൻ്റെ കാര്യത്തിലൊക്കെ നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. തുടക്കത്തിലൊക്കെ നല്ല ഫ്ലാറ്റായിരുന്നു. പാടി മറ്റേ വാൽവ് റേഡിയോയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പാടി ചൂടായി വന്നു. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും പിച്ച് കറക്റ്റായി. പക്ഷെ ആദ്യമൊക്കെ പിച്ച് ഫ്ലാറ്റായിരുന്നു കുറേയൊക്കെ. അതൊന്നും ശ്രദ്ധിക്കാമായിരുന്നു തോന്നി. ഓക്കെ, എനിക്കത് തന്നെയാണ് തോന്നിയത്. ആദ്യം കുറച്ച് ഫ്ലാറ്റായിരുന്നു ശ്രുതി, പിന്നെ പാടി ശരി. എന്തായാലും എക്സ്പ്രഷൻസൊക്കെ വളരെ നന്നായിരുന്നു. ആ ഒരു ഫീലൊക്കെ കറക്റ്റായിട്ട് ആ ബോംബെ ജയശ്രീയുടെ ആ ഫീലൊക്കെ അതേപോലെ കിട്ടിയ പോലെ തോന്നി. നന്നായിരുന്നു. താങ്ക് യു. എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇന്നിവിടെ പെർഫോം ചെയ്തതിൽ എല്ലാവരേക്കാളും കൂടുതൽ നല്ലൊരു ചിരി ഫേസിലുണ്ടായിരുന്നു. താങ്ക് യു സാർ. അത് ത്രൂ ഔട്ട്, സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ആ ഒരു പ്ലസൻറ്റ് ഫീല് നന്നായിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ആ ഒരു ചിരിയുടെ ഒരു അംശം ഞങ്ങളിലേക്ക് അത് ശരിക്കും പകരുണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിൽ നല്ലൊരു ബാലൻസ്, ഞാൻ ഉദ്ദേശിക്കുന്നത് മൂവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണ്. ഒരു ബാലൻസ്ഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ മ്യൂസിക്കൽ സൈഡിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പിച്ചിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പല്ലവിയിൽ മൊത്തം പല്ലവി കുറച്ചൊരു പിച്ച് ഓഫായിട്ടായിരുന്നു, ഇച്ചിരി കുറവായിട്ടാണ് നിന്നിരുന്നത്. പിന്നെ അത് എന്താണെന്നറിയില്ല, അത് ശ്രദ്ധിക്കണം. ഇത്രയും ലോ റേഞ്ചിലുള്ള പാട്ടായതുകൊണ്ടാണോ എന്നറിയില്ല. എന്താണെങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് റേഞ്ചിൽ നിന്നാലും നമുക്ക് ആ ഒരു നമുക്ക് കിട്ടുന്ന മോണിറ്ററിൽ കിട്ടുന്ന പിച്ച് റേഞ്ചിലേക്ക് നമ്മൾ മാക്സിമം ജോയിൻ ചെയ്ത് ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കണം. പിന്നെ ചില ഭാഗങ്ങളിൽ ഇച്ചിരി താളം ഇങ്ങനെ വലിച്ചില്ലാത്ത ഒരു പക്ഷേ താളത്തിലേക്ക് എത്താനുള്ളൊരു ഇതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അത് ശ്രദ്ധിക്കണം. കാര്യം മ്യൂസിക്കൽ സൈഡാണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അത് പെർഫോമൻസ് ആസ്പെക്ട്സ് നമുക്ക് നന്നായിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് 100% മാർക്ക് ഞാൻ തരുന്നു.